ഉടച്ചുവാർക്കൽ ആവശ്യമാണ്. അടുത്ത വർഷം സംസ്ഥാന തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങാൻ സമയമാകുമ്പോൾ അടുത്ത 3 ദിവസം പ്രിയങ്ക ഗാന്ധി കേരളത്തിലുണ്ടാകും. ആരാണ് മുഖ്യമന്ത്രി എന്ന് തുടങ്ങി വലിയ ചർച്ചകൾ കേരളത്തിന്റെ മണ്ണിൽ തുടങ്ങിക്കഴിയുമ്പോൾ ഇക്കുറി CPM പ്രതിപക്ഷത്ത് എന്ന കാര്യത്തിൽ അത്ര തർക്കമില്ലാതിരിക്കുന്നതിനിടയിലാണ് പാർട്ടിക്കകത്ത് ഐക്യത്തെക്കാൾ അനൈക്യമാണ് നിലനിൽക്കുന്നത് എന്ന തിരിച്ചറിവിന്റെ കൂടി ബലമായിട്ടാണ് പ്രിയങ്ക ഡൽഹി തെരഞ്ഞെടുപ്പ് ബലത്തിന് പോലും കാത്തു നിൽക്കാതെ കേരളത്തിലേക്ക് ഓടിപ്പാഞ്ഞെത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും ബൂത്ത് തലം മുതൽ ഒരു ഉടച്ചുവാർക്കലിന്റെ ആവശ്യമുണ്ട്. എല്ലാം കൊണ്ടും കോൺഗ്രസിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രിയങ്ക നാളെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതേസമയം ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യം വയനാടിന്റെ സ്ഥാനാർത്ഥി ആയതു മുതൽ പ്രിയങ്ക വയനാട്ടിൽ ഉണ്ട് എന്നതാണ്. ഏതൊരു ആവശ്യത്തിനും ഏതൊരു സമയത്തും ഒരു കയ്യകലത്തിൽ പ്രിയങ്ക ഉണ്ടാവും. പുലിയിറങ്ങി ആക്രമണ പരമ്പരകൾ അഴിച്ചുവിട്ടപ്പോൾ കേരളത്തിന്റെ മന്ത്രി പാട്ടുപാടി കച്ചേരിയിലായിരുന്നപ്പോഴും ഒരു ദേശീയ നേതാവായിട്ടും ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ കൊഴുപ്പിക്കേണ്ട സമയത്ത് പോലും പ്രിയങ്ക കൊല്ലപ്പെട്ട രാധയുടെ വീട് തേടി പിടിച്ചെത്തിയിട്ടുണ്ട്. രാഹുൽ അസുഖബാധിതനായി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നത്. ഗാന്ധി കുടുംബം ഹെലികോപ്റ്ററിൽ വന്ന് കൈവീശി കാണിച്ചിട്ട് പോകുന്നു എന്ന് പലപ്പോഴും പറയുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണിത്. ഈ മാസം 8 മുതൽ എന്താണെങ്കിലും 10 വരെ പ്രിയങ്ക ഗാന്ധി MP വയനാട്ടിൽ ഉണ്ടാകും. പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച UDF ബൂത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളുമായി നിയോജക മണ്ഡലം അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന ബൂത്ത് നേതാക്കന്മാരുടെ സംഗമങ്ങളിൽ പ്രിയങ്ക പങ്കെടുക്കുമെന്നും UDF വയനാട് ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത്, മണ്ഡലം, നിയോജക മണ്ഡല തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, ഖജാൻജിമാർ, ജില്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന വിപുലമായ സംഗമങ്ങളിൽ പ്രിയങ്കയും പങ്കെടുക്കും. 8-ാം തീയതി രാവിലെ 9:30 മണിക്ക് മാനന്തവാടിയിൽ 4-ാം മൈൽ AH ഓഡിറ്റോറിയത്തിലും 12 മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ എടത്തറ ഓഡിറ്റോറിയത്തിലും 2 മണിക്ക് കൽപ്പറ്റയിൽ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലുമായിരിക്കും സംഗമങ്ങൾ. ജില്ലയിലെ മുഴുവൻ നിർദ്ദിഷ്ട നേതാക്കളും അതത് നിയോജക മണ്ഡലങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും.